ഹലോ ഫാമിലി. ഞാൻ എന്താണ് ഈ കുളി കഴിഞ്ഞ ഉടനെ അല്ലേ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ എപ്പോഴും തോന്നുന്നത് പെട്ടെന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. പണി കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ മോർണിംഗ് സ്കിൻ കെയർ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന മേക്ക്. ഞാൻ ഒരുപാട് കട്ടിക്ക് കുറേ ലെയർ പൊട്ടി ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ അത്യാവശ്യം മേക്കപ്പ് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുരുവോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതെ ഭയങ്കര പൊട്ടിയടിച്ച പോലെ തോന്നാത്ത ഞാൻ ഉപയോഗിക്കുന്ന 2-3 പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ പറയുന്ന ഈ 3 പ്രൊഡക്റ്റും ഏത് സ്കിൻകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം ഓയിലി, ഇവിടെ മാത്രമാണ് എപ്പോഴും കുരു വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. കണ്ട ഇവിടെയൊക്കെയാണ് കൂടുതൽ എപ്പോഴും കുരു വരാറുള്ളത്. ഈ ഭാഗത്തൊക്കെ വരും. ഇവിടെ നോർമൽ സ്കിന്നാണ്, യാതൊരു പ്രശ്നവും. അപ്പൊ കുറച്ച് വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന സ്കിൻ കെയർ, അതായത് നിങ്ങൾ ചെയ്യുന്ന സ്കിൻ കെയർ ഉണ്ടാവുമല്ലോ. ആദ്യം ഫേസ് വാഷ് ഇട്ട് കഴുകി, അല്ലെങ്കിൽ എന്തെങ്കിലും സിറം ഉപയോഗിക്കുന്നൊരു സിറം ഉപയോഗിച്ചു, പിന്നെ മോയിസ്ചറൈസർ ഇട്ട്, സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട്, ഇത്രയും നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് 30+ ആര് പ്രത്യേകിച്ച്. അപ്പൊ ഇതിട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് ഫേസ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ലൂമിനേഷൻ സ്കിൻ ടിൻഡാണ്. ടിൻഡ് എന്നൊക്കെ പല പല പേരിൽ വരുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ പണ്ടത്തെ ഫൗണ്ടേഷനിൽ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പല പല പേരിൽ. ഞാനിത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടില്ല, ഇത് അറിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ ടിൻഡ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ, പക്ഷെ ഇത് ബെസ്റ്റാണ്. ഫേസ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടാണ്. ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് M15 ആണ്. M15 ഷെയ്ഡ് M15 ആണ്. ഇത് എൻ്റെ ഒരു മീഡിയം ടോണാണ് കേട്ടോ. ഇപ്പം ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവാത്തത്. ഒരു മീഡിയം ടോൺ മുതൽ താഴേക്കുള്ളവർക്ക്, കാരണം മീഡിയം ടോൺ മേളിലേക്ക് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ആരും സ്കിന്നിൽ. അപ്പോൾ ഒരു മീഡിയം ടോൺ, വെളുത്തതാണോ എന്ന് ചോദിച്ചാൽ വെളുത്തതല്ല, കറുത്തതാണോ എന്ന് ചോദിച്ചാൽ കറുത്തതല്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. M15 ആണ്. ഇതിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമിന്, അതായത് SPF 25 അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കണം. ഞാനിപ്പോൾ പപ്പാതി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങനെ കമുത്തിയ കുറേ വീഴും. ഒരുപാട് വേണ്ടതേ. ഇത് കണ്ടോ, ആകെ ഇത്ര എടുത്തിട്ടുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു പകുതി സൈഡ്, കാരണം നോക്കുമല്ലേ, അപ്പോൾ പകുതി സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവതേ. ഇതിങ്ങനെ നമ്മളിട്ടു. ഇപ്പൊ ഞാൻ രാത്രി ചെയ്യുന്ന സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിന്ന് ഇത്രയും ഭാഗം കേട്ടോ, അപ്പോഴും ബാക്കിയുണ്ട്. ഇവിടെ ചെയ്യും. നമ്മളെപ്പോഴും കഴുത്ത് വിട്ടുപോകരുത്, ചെവി വിട്ടുപോകരുത്. കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുള്ളടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ ചെയ്യാറുള്ളൂ. എനിക്ക് ഈ ബ്രഷും ഒന്നും പറ്റാറില്ല. ഈ സാധനം നല്ലോണം ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ തേച്ച് പിടിപ്പിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നേ. കണ്ണാടി നോക്കട്ടെ. ഞാനൊരു കണ്ണാടി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നോക്കിയുള്ള പരിപാടി പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അത് തേച്ച് നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കുക കേട്ടോ. ഈ മാല ഉരി വെക്കണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പകുതി ഭാഗം കൊണ്ടാ ചെയ്യുന്നത്. പകുതി ഭാഗം ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പകുതി ഭാഗം ചെയ്യുന്നത്. ഓക്കെ, പകുതി ഭാഗത്താണ് കേട്ടോ. എനിക്കിപ്പോ വ്യത്യാസം മനസ്സിലാവണല്ലേ. ഇപ്പൊ എനിക്ക് അയ്യോ ഇത് മൊത്തത്തിൽ നമ്മൾ കണ്ണിന്റെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഇതിട്ട് അങ്ങോട്ട് ചെയ്യുന്നിട്ട് പിന്നെ കണ്ണും പിരിക്കും ഒക്കെ നമ്മൾ ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പുറത്തെ വ്യത്യാസവും ഇപ്പുറത്തെ വ്യത്യാസവും ഭയങ്കര വ്യത്യാസം അറിയത്തൊന്നുമില്ല കേട്ടോ നിങ്ങള്. ഞാനിപ്പോ കുറെ ലൈറ്റ് കിട്ടി. ഇപ്പൊ ഒരു സന്ധ്യാസമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പിരികം ഒന്ന് ഷേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇങ്ങനെ കട്ടുത്തിങ്ങനെ വരച്ചു നോക്കുമ്പോ, കണ്ണാടിക്ക് നോക്കുമ്പോ അടിപൊളി ബെസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു പുറത്തേക്ക് ചെല്ലുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. നമ്മൾ ജനിച്ചപ്പോൾ ഉള്ള ഒരു പിരികം പോലെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഷേപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു വര വരച്ചു. ഓക്കെ, കണ്ടല്ലോ, ഇവിടെ ഒരു ഷേപ്പ് വരണം, ഇവിടെ ഒരു വര വരച്ചു. ഇത്രയും മതി. പിന്നെ ഒരു കോർണർ ഇവിടേക്ക് ഒരു ഷേപ്പ്ലെസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വര വരച്ചു. എന്നിട്ട് ഇതുപോലെ ബ്രഷ് ഉള്ളതായിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. അപ്പൊ എന്നിട്ട് ഈ വരയില്ലേ, ഈ വര ഇങ്ങൊന്ന് മൊത്തത്തിൽ, ഈ വര മതി. അതായത് ഈ മുഴുവൻ പിരികത്തിനും ഈ ഒരു ഇതങ്ങോട്ട് ബ്രഷ് ചെയ്ത് നല്ല ഭംഗിക്കാക്കി വെക്കുക.
അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വരെ ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യണ്ട, ഒരുപാട് അങ്ങ് വരച്ചു വെക്കരുത്, മനസ്സിലായ? ഞാനിപ്പോ ഈ ബെല്ലടിച്ചപ്പോ പുറത്തേക്ക് പോയി. ഇപ്പൊ കണ്ടോ, ഇത് ഇങ്ങനെ. അല്ലാതെ നമ്മൾ ഈ കൊച്ചു പിള്ളേരല്ലല്ലോ, നമ്മൾ LKG പിള്ളേരെ പോലെ ഇങ്ങനെ വരച്ചു ഭയങ്കരമായിട്ട് വരച്ചു വെക്കട്ടെ. ഇതെന്ന് പറഞ്ഞാല് നമ്മളൊരു നാച്ചുറൽ ഇതുപോലെ ഒന്നൊരു ഷേപ്പായി. അത് നമ്മൾ ഇപ്പൊ ഒരു ഗ്യാപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇച്ചിരി ഒന്ന് കടത്തി വരക്കും, കണ്ടോ? ഇപ്പൊ വരച്ചതില്ലേ, ഇപ്പൊ ഒരു വരയെ വരച്ചുള്ളൂ, നിങ്ങളെ കാണിക്കാൻ കുറച്ചുകൂടി കടത്തി വരച്ചത് കണ്ടോ? ഇവിടെ നിന്ന് അങ്ങ് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങ് ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഭാഗം ഫില്ലായി. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കണ്ടോ, അപ്പൊ ശരിക്കും നാച്ചുറൽ പിരിയം പോലെ ഇരിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ, ഒരു കണ്ണിന് ഒരു ഷെയ്ഡ് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ലിപ്സ്റ്റിക്ക് അത് നോക്കി മേളിൽ ഇടുന്നവരുണ്ട്. മാക്സിമം അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ എനിക്ക് തോന്നണത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. എന്റെ ക്യാപ്പൊക്കെ പോയിട്ട് ഒരുപാട് പഴയതായി. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പുതിയത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതില് നമുക്കിഷ്ടമുള്ളൊരു ഷെയ്ഡ്, നമുക്ക് കോൺഫിഡൻസ് വരുന്നൊരു ഷെയ്ഡ്, ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ അളവ് എന്ന് വെച്ചാൽ, കണ്ണിങ്ങനെ ഒരു വര പോയേക്കണുണ്ട് കണ്ണിന്റെ മേളിൽ കൂടി. അപ്പോൾ ഒരു ബ്രഷോ കയ്യോ ആയാലും മതി, കൈ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഈ വരയാണ് നമുക്കൊരു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതൊന്നും അല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കണ്ണിനെ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പ് എങ്ങനെ ചെയ്തു പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്തിട്ട് എന്താണോ സെയിം ആ സാധനം വെച്ചിട്ട് കണ്ണിന്റെ ഈ ഭാഗവും കൂടി ഒന്ന് ചെയ്യണം. അപ്പൊ ചോദിക്കും, ചേച്ചി കണ്ണിന്റെ അടി കറുത്തിരിക്കണത് വെളുപ്പിക്കാൻ നോക്കുമ്പോൾ ചേച്ചി അവിടെ കൊണ്ട് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണ് നല്ല പ്രൊജക്റ്റ് ആയിട്ട് വെക്കും ഇല്ലേ. കുറെ ആൾക്കാരെ എന്നോട് ചോദിക്കാറുണ്ട് കണ്ണ് നല്ല ഭംഗി ഉണ്ടാക്കും. കണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ ഭംഗിയാക്കാൻ പറ്റും. ഇങ്ങനെ ഇത് കണ്ടോ, ഈ ഒരു വര കണ്ടല്ലോ, ഈ വരയും വേണി ഞാൻ ഈ ഫില്ല് ചെയ്തത് കണ്ടല്ലോ. ഈ സാധനം കൊണ്ട് തന്നെ ഇവിടെയും ഒന്ന് ചെയ്യാം. അപ്പൊ കണ്ണ് നല്ല ഭംഗിയായിട്ട് കണ്ടല്ലോ. ഈ ഫൗണ്ടേഷൻ ഇട്ട ഈ പകുതി ഞാനൊന്നും ചെയ്തിട്ടില്ല, പകുതി ഭാഗമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മസ്കാര എടുത്ത് വെച്ചില്ല, മസ്കാര നിങ്ങൾക്ക് അറിയാലോ ഉപയോഗിക്കാൻ. പിന്നെ ഞാൻ കണ്ണ് എഴുതുന്നോടി ഞാൻ കാണിച്ചു തരാം. ഞാന് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ പെൻസിലൊക്കെ ഇപ്പൊ ഇറങ്ങിയാൽ അല്ലെങ്കിൽ കൺമഷി തന്നെയാണ് ഇഷ്ടം. ഞാൻ ഇത്രയും ഭാഗം എഴുതുള്ളൂ. അതായത് ഇതേ കണ്ടോ, ഇപ്പൊ ഈ വരച്ചതില്ലേ ഇത്രയും ഭാഗം എഴുതുള്ളൂ, കണ്ടോ? ഇത്രയും ഒരു കൺമഷി പോലെ ഇരിക്കുന്ന ഒരു പെൻസിലാണ് ഇത് ചെയ്യണത്. ഫേസ് സ്കാനർ ഉണ്ടോ. അപ്പൊ ഇതിന്റെ അറ്റത്ത് ഈ സ്പോഞ്ച് പോലത്തെ സാധനം കൊണ്ട് ഞാനിങ്ങനെ കലർത്തി കൊടുക്കും, കേട്ടോ, ഇങ്ങനെ കലർത്തി കൊടുക്കും. അതായത് ഇത് തന്നെ മതി എനിക്ക് അറ്റത്തേക്ക്. ഒരു നാച്ചുറൽ ഇത് തോന്നാനാട്ടോ നമ്മൾ ഈ പണ്ടത്തെ കൺമഷിയാണ് ഉപയോഗിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ ഈ കണ്ണിന്റെ മേൽഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും എഴുതി കൊടുക്കും, കണ്ടല്ലോ. മേൽഭാഗോട്ടാ, പുറത്തു കൂടി അല്ല ഞാൻ എഴുതിയേക്കണത്. എന്റെ കണ്ണ് എല്ലാരും പറയാറുണ്ട് നല്ല ഭംഗിയുണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് സീക്രട്ട്. ഇത്ര എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ ഐലൈനർ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്ന ആ ഐലൈനർ എടുത്തിട്ട്, എനിക്ക് കണ്ണാടി വേണോട്ടോ, അതെ കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു തുമ്പ് മാത്രം, ഒരു കുഞ്ഞു മാല് കണ്ടോ, കണ്ട ഈ ഒരു വാല് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മളുടെ ഐലൈനർ എന്നുള്ള സാധനം ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഞാൻ മസ്കാരയും കൂടി ഇട്ട് കാണിക്കാം കേട്ടോ. ഞാൻ മസ്കാര എടുത്ത് വെച്ചില്ലായിരുന്നായിരിക്കും. ഓക്കെ, ഞാൻ ഇതാണ്ട് ഉപയോഗിക്കണേ, എന്താണ് കൊളോസലിന്റെ ആ ഒരു മസ്കാര ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതാവുന്ന കാണാൻ പറ്റും. ഓക്കെ, താഴെയും ഒന്ന് വലിയ ഫിനിഷിംഗ് ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു കലർത്തിയൊക്കെ ഇടുന്നതാണ് എപ്പോഴും ആ ഒരു പണ്ടത്തെ ഗൃഹാതിരത്വവും ആ ഒരു നാച്ചുറാലിറ്റി പോവാതെ നല്ല ഭംഗിയായിട്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞല്ലോ. ഞാനപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഫൗണ്ടേഷൻ മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ ചെയ്യുന്ന ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും. അല്ല നല്ല മേക്കപ്പ് ഒക്കെ വേണ്ട സമയമാണെങ്കിൽ അടുത്തത് ഞാൻ ചെയ്യുന്നത് ഒരു കുട്ടി സാധനമുണ്ട് കേട്ടോ. അതായത് ഇത് മാക്കിന്റെ ആണ്, സ്റ്റോപ്പ് ക്രീം പറഞ്ഞിട്ടാണ്. മാക്കിന്റെ ഒരു കുഞ്ഞിതാണ്, ഒരു 30 ml ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതിന് എനിക്കൊന്ന് 30 ml തന്നെ 400 രൂപയുണ്ട്. പക്ഷേ ഇത് നല്ലതാണ്, നമുക്ക് എപ്പോഴും ഈ തിളങ്ങിയ മേക്കപ്പിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു സാധനം കുഞ്ഞാണ്, ഒരു 400 താഴെയാണ് തോന്നുന്നുണ്ട് എന്റെ ഓർമ്മ. ഇത് ഞാൻ പിങ്ക് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് മേടിച്ചത്. കാരണം പിങ്ക് ലൈറ്റ് ആണ്, നമ്മൾ മീഡിയം വൈറ്റ് ഒക്കെ ഉണ്ട്, സിൽവർ ഒക്കെ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്തോ ഒരു തിളങ്ങിയ സാധനം ഇട്ട് വരെ തോന്നും. അപ്പൊ ഇത് നല്ലതാണ്, ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചോ.
പിന്നുള്ളതാണ് നമ്മുടെ ചീക്ക് ടിന്റ് എന്ന് പറയുന്നത്. ലിപ്പിനും ഇടാം. ഇത് നമ്മളിവിടെ കണ്ടിട്ടില്ല, ചുവന്നൊക്കെ ഇരിക്കണം കണ്ടിട്ടില്ല. അപ്പൊ വല്ലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു വരയുണ്ടല്ലോ അതങ്ങോട്ട് വിട്ടേക്കാം. എന്നിട്ട് ഇവിടെ മാത്രം ഇത്തിരി വീർത്തിരിക്കുമല്ലോ. ഇനി പകുതി ഭാഗം കൊണ്ടാ കാണിക്കണത്. ഇവിടെ പിന്നെ ഈ മൂക്കിന്റെ അറ്റത്ത് ഉണ്ടോ, മൂക്കിന്റെ അറ്റത്ത്, ഈ താടിയുടെ അറ്റത്ത്. ഞാനെല്ലാരും അവിടെ ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനപ്പോ ഈ പകുതി ഭാഗം കാണിക്കണത് ഞാൻ പകുതി വേറെ മേക്കപ്പിനാണ്ടോ കണ്ടോ. ഇത് നമ്മൾ കൈയും കൊണ്ട് തന്നെ ഇങ്ങോട്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ 30+കാർക്ക് എപ്പോഴും ഈ ഒരു സാഗിങ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചീക്ക് ഇങ്ങനെ മേലേക്ക് ആക്കുന്നതാണ് നല്ലത് കണ്ടോ. എന്നിട്ട് ഈ മൂക്കിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് വരക്കി കൊടുക്കുന്നത്. ഇവിടെ മനസ്സിലായോ? ഇത്രയായല്ലോ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഇട്ടല്ലോ. അപ്പൊ ഒരു പൗഡർ ടച്ച് നമ്മുടെ വീട്ടിലെ സാധാരണ പൗഡർ ഇട്ടാലും മതി. അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ, ഈ ഫിറ്റ്മിയുടെ ഞാനത് വേറെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ നമ്മളെ സാധാരണ പൗഡർ നമ്മുടെ വീട്ടിലുള്ളത് ഇട്ടാലും മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു തിളക്കവും ഇതൊക്കെ ഒന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇട്ടു. കണ്ട, ചെവി മറന്നു പോകണ്ട. കഴുത്ത് വരെ പകുതി കഴുത്താണ് കേട്ടോ. ഇത്ര ഇട്ടു കണ്ടല്ലോ. ഇട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ പറഞ്ഞ ഈ കുട്ടി. ഇതൊരു മിറാക്കിൾ എന്ന് എനിക്ക് പറയാൻ പറ്റൂട്ടോ. ഈ ഒരു സാധനം മേടിച്ചു വെച്ചോട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ മിക്സ് ചെയ്തിട്ടാലും മതി. ഒരു ഇത്തിരി മതി കേട്ടോ, ഒത്തിരി കേട്ടോ. നുള്ളു ഇത്രയും എടുത്തിട്ടുള്ളൂ ഞാൻ. മൂക്കിന്റെ അവിടെ ശരിക്കും മതിയും ഉണ്ടാ. ഇവിടെ താടി നെറ്റിയുടെ അത്രയും മതി. കുറെ അങ്ങോട്ട് വലിച്ചു വാരി ഇടണ്ട. ഈ മുക്കിന്റെ അടുത്തത് കളങ്ങണ ഉണ്ടോ ഇവിടെ. അതിങ്ങനെ മേളിലേക്ക് കണ്ടോ, താഴേക്ക് ഇടാതെ എല്ലാം മേളിലേക്ക്. താടിയുടെ അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവണ്ട. ഒരു തിളക്കം വന്നേക്കണുണ്ടോ, നീ ഒരു തിളക്കം കണ്ടോ. കംപ്ലീറ്റ് മതി ഇത്രയും. ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനിമൈസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ്. ഇതാണ് നമുക്ക് അത്യാവശ്യം എല്ലാവരും മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഭയങ്കര പുട്ടിയിട്ട് അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അത്യാവശ്യം ലൈറ്റും ഫിൽറ്ററൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാ ഇത്ര ആവശ്യമില്ലാത്ത മേക്കപ്പ്. പിന്നെ ലിപ്പി, ഇത് ഈ ഒരു ലിപ്സ്റ്റിക്ക് ബെസ്റ്റ് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇടാം, ഡാർക്ക് ആയിട്ട് ഇടാം. ലിപ്സ്റ്റിക് ഇട്ടെന്ന് അറിയത്ത് പോലുമില്ല. ഇതിപ്പോ ഞാനൊരു ടിൻറ്റ് ഇട്ടിട്ടുണ്ട്. ടിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ് കെയർ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു കളർ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ പോകും. അത് ഇടുക. കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ഫൗണ്ടേഷൻ തന്നെ പറയാം, എല്ലാവർക്കും മനസ്സിലാവണം. ഈ ഒരു ടിന്റാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ ലാക്മിയുടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോള് നിങ്ങൾ പലപ്പോഴും പല ഇതിൽ കണ്ടിട്ടുണ്ടാവും. ഇതും ഇതുപോലെ തന്നെ ഇത് ബീന ആന്റണി ചേച്ചിയില്ലേ നമ്മുടെ സീരിയലിലെ, പുള്ളിക്കാരിയെ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കട്ടെ. ഇതായിരുന്നു ഞാൻ ആദ്യ കാലത്തിൽ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാല് ബീച്ച് ഹണിയാണ്, 05. അത് നമ്മളെ മീഡിയം ആൾക്കാർക്ക് ഇടാം. ഇതും ഈ പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. ഞാനത് ഇട്ട് ഞാൻ ഇത്രയും ഭാഗം വേണമെങ്കിൽ കാണിച്ചത്. ഇവിടെ മാത്രം ഇത്തിരി ഇത് കണ്ടോ, എനിക്ക് ഇത്തിരി പാടുകളുണ്ട്. അത് കവർ ആവണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ കണ്ടോ, ഇതും ഇതുപോലെ പുട്ടി അടിച്ചാലിരിക്കില്ല. അതെ ഇങ്ങോട്ട് കണ്ടോ, നന്നായിട്ട് കവറായി പോയിട്ടുണ്ട്. കണ്ടല്ലോ, കണ്ടോ, മനസ്സിലാവണല്ലേ ഈ സൈഡ് കേട്ടോ. പിന്നെ ഇപ്പിറങ്ങിയ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മള് കുറേ സ്റ്റെപ്പുകൾ ചെയ്യണം കണ്ടിട്ടില്ലേ. ഈ മറ്റേ സെറം ഇടും, അത് ഇടും, പിന്നെ പ്രൈമർ ഇടും, മറ്റേ ഈ പാടുകൾക്ക് വേറെ ഇടും. അങ്ങനെ എല്ലാം കൂടി 4 in 1 എന്ന് പറഞ്ഞിട്ട് ലവ് ചൈൽഡ് സ്കിപ്പ് എവരിത്തിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനവും കൂടെ ഉപയോഗിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അതായത് ഈ തിളങ്ങണ സാധനങ്ങളും ഈ പറഞ്ഞ ഫൗണ്ടേഷനും പിന്നെ പ്രൈമർ പിന്നെ കൺസീലർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പാടുകൾക്കൊക്കെ ടോട്ട് ചെയ്ത് അതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ഒരൊറ്റ എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കിയതാണ്. വില കേട്ട് എന്നെ ചീത്ത വിളിക്കരുത്. 1300 ആണ്. ഈ പറഞ്ഞ ഈ കുപ്പിയിൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഉണ്ടാവും, അത്രയും ഉണ്ടാവില്ല, പകുതി ഉണ്ടാവത്തുള്ളൂ. തുറക്കുമ്പോതേ കണ്ടോ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഒക്കെ കിട്ടോട്ടെ. പിന്നെ ഉള്ളത് ഇതാണ്.
അപ്പൊ ഇത് ഞാൻ ആദ്യം വിരിച്ച് ഇതിൽ ഇല്ലേന്ന് കരുതി. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാല് നല്ല കവറപ്പ് കിട്ടുന്നതാണ്. അത് അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് വേണം. നല്ലൊരു വലിയൊരു കല്യാണത്തിന് അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് എല്ലാവരും മേക്കപ്പ് ഇട്ട് തന്നെ വരുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പൊ ചിലവര് മേക്കപ്പ് ഇട്ടോ എന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന പോലത്തെ ഒരു ഇതാണ്. എന്നാ ഇത് ഭയങ്കര മേക്കപ്പ് ഫീൽ തോന്നുന്നില്ല. മനസ്സിലായോ? ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം വെറുതെ വിട്ടത്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറെ വേണ്ടിട്ടാ. ഇത്ര ഇട്ടു. ഞാൻ ആദ്യം പേടിച്ചു പോയിട്ടുണ്ട് ഈ സാധനം ഇട്ടപ്പോ. മറ്റേന്റെ മോളിൽ കൂടിയാണ് ഇട്ടിരുന്നത്. ഇങ്ങനെയാണ് ഇട്ടേക്കണത്. എന്നിട്ട് ഇത് അടച്ചിട്ട് ഇവരുടെ ഒരു ബ്രഷ് ഉണ്ട്. ബ്രഷ് ഉപയോഗിക്കാൻ അറിയാവുന്നവര് ഓക്കെ. ഇത് കണ്ടോ, ആദ്യം നമ്മൾ പേടിച്ചു ഓടാം. കാരണം ഇത്രയും വെള്ളാമ്പിച്ച് എങ്ങനെ കണ്ടോ, ഇത്തിരി ഇട്ടിട്ടാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ കുപ്പിയിൽ പാക്കുട്ടി തന്നേന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇത്രയും, അതായത് നമ്മൾ ശരിക്കും മേക്കപ്പ് ഇട്ടു എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ സംഭവം വരുന്നത്. പക്ഷേ ഞാൻ ആ മേക്കപ്പ് ഫീൽ മാറ്റാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നമ്മൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലുണ്ടോ ഈ സാധനം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഈ സംഭവത്തിന് മേക്കപ്പ് ചെയ്ത് വെക്കുക. ചെയ്ത് വെച്ചുകഴിയുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഭയങ്കര, അതായത് നല്ലൊരു പുട്ടിയടിച്ച ഫീൽ അല്ലട്ടാ. അതായത് നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് തോന്നണം, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് തോന്നണം എന്ന് ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ. കണ്ട, ഇത്രേ എടുത്തിട്ട് എന്നാലും ഒരു വഴിക്ക് പോണല്ലേ, ഇപ്പുറത്ത് വിടാല്ലേ. ഇവിടെ ഇപ്പൊ കുറെ ലെയർ ആവും, പോട്ടെ, ഇത്ര ഇടാം. ഓക്കെ. എന്നിട്ട് ഇത് ഞാൻ എന്നിട്ട് കൈ കൊണ്ട്, കാരണം എനിക്ക് കൈ കൊണ്ട് അറിയുള്ളൂ. അപ്പൊ നമ്മള് ചെവിയിലൊക്കെ വന്നിട്ട് ഇത് മേടിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ മേടിച്ചു, പക്ഷെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഇപ്പുറത്തിട്ട ഇതിന്റെയും ഇപ്പുറത്തിട്ട, അതായത് കുറച്ചും കൂടി ഒരു നല്ല വെളുത്ത് സുന്ദരിയായി നിൽക്കണം. ഇത് ഒരു നാച്ചുറൽ ഇതിലേക്ക് പോകും. ഇത് നമ്മൾ ശരിക്കും മേക്കപ്പ് ഇട്ടു, നല്ലൊരു ഫംഗ്ഷന്, നല്ലൊരു നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടു എന്ന് തോന്നുന്ന ഒരു ഫീല്. മനസ്സിലായോ? അപ്പൊ ഈ ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുക്കുക. മൂക്കിന്റെ ഓതി നേരത്തിട്ടല്ലോ അല്ലെ, മതി. ഇത് അതിന്റെ കൂടെ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് ഡിമ്മാവും. നമ്മൾ കുറച്ച് ഷെയ്ഡൊക്കെ ഇട്ട് കഴിയുമ്പോഴേ. ഈ ഒരു വരയിട്ടാ, കണ്ടില്ലേ? ഈ വരയിലേക്ക് ഇതേ കണ്ട, ഈ വര കണ്ണിന്റെ അവിടെ വരെ മതി. നമ്മള് സാധാരണക്കാരുടെ മേക്കപ്പ് ആയിട്ട് പറയും. ഇപ്പുറത്തേക്ക് കിടുന്നവരുണ്ട്, ഞാൻ അത് ഇടാറില്ല. അതുകൊണ്ടാണ്. അപ്പുറത്തേക്ക് ഇടുന്ന സാധനം എന്താണെന്നറിയോ? ഈ ലൈറ്റ് കളർ, ഫൗണ്ടേഷന്റെ കളറിന്റെ ഞാൻ ഈ പിരിയത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ പിരിയൊന്നും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്തിട്ട് കൊടുക്കും. അപ്പൊ പിരിയത്തിന്റെ ആ ഷാർപ്നെസ് ഒക്കെ ശരിക്കും എടുത്ത് കാണിക്കും. അപ്പൊ ഇതിടുക. മറ്റേ എന്താ പറയാ, ഈ പിരിയൊക്കെ ഒരു വര വരച്ചു. ഞാൻ ഇവിടെ ഒരു വര വരച്ചു, ഇത്തിരി നീട്ടി വരച്ചു. ഇത്രയും മതി. ഞാൻ ഇതും കൊണ്ട് ഈരി, അതായത് ഈ ബ്രഷും കൊണ്ട് എല്ലായിടത്തേക്കും ആ 2 വര മതി, കംപ്ലീറ്റ് എത്തിച്ചു. അതാണ് ആ നാച്ചുറൽ ഇത് കേട്ടോ. പിന്നെന്താ ചെയ്തേ? പിന്നെ മസ്കാര കണ്ണെഴുതിയിട്ടില്ല കേട്ടോ. വേഗം കൂടാതെ നിങ്ങൾ കണ്ടല്ലേ. ഇതൊക്കെ ഇട്ട് കണ്ണെഴുതുന്നത് ഒന്നും കൂടി കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താഴ്ഭാഗത്ത് കുറച്ചിട്ട് കൊടുത്തു. മേളില് ഉള്ളിലുള്ള ഈ വാട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തുള്ള വെള്ള കളർ ഉണ്ടോ, അവിടെ ഇട്ട് കൊടുത്തു. ഈ സാധനം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. അതായത് നമ്മളെ നാടൻ കൺമഷിയുടെ ലുക്ക് തോന്നാനാണ്. അതാണ് നമ്മൾ നയൻതാര ചേച്ചിയൊക്കെ ചെയ്യണിട്ടില്ല. അത്രയും ആവില്ലെങ്കിലും നമുക്കും നയൻതാരനെ പോലെ കാണുന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കുണ്ടാവും കേട്ടോ. കണ്ടിക്കാൻ പോയില്ല. ഓക്കെ. ഇതൊക്കെ ഇട്ട് ഇനി ബാക്കി എന്താണ്, നമ്മുടെ മറ്റേ മിറാക്കിൾ ക്രീം. അയ്യോ, അത് പോയോ കർത്താവേ? കാണില്ലല്ലോ. അത് കാണാനില്ല. ഓക്കെ. മറ്റേ തിളങ്ങണ ഇതില്ലേ, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ഫിനിഷായി. അല്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണ്ണെഴുതിയത് കൂടിപ്പോയി. അപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തുണിയെടുത്ത് ചെറുതായിട്ട് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് സെറ്റ് ആവും. കണ്ടോ? ഇപ്പൊ എന്നാ കണ്ണെഴുതിയെന്ന് വെച്ചാൽ കണ്ണെഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാലിട്ടില്ല കേട്ടോ. കണ്ണെഴുതാൻ ഇഷ്ടമല്ലാത്തവര്, ഫുള്ളായിട്ട് എഴുതാൻ ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയതാണിത്. ഈ ഒരു വാലിട്ട് കൊടുക്കുക. വാല് മാത്രം ഇട്ടാൽ മതി. കണ്ട, വാല് മാത്രം ഇട്ട് കൊടുക്കാം. കണ്ട, വാല് മാത്രം ഇട്ട് കൊടുത്ത് സെറ്റായി. പൊട്ടും കൂടി തൊട്ടാൽ മതി. പെട്ട് ഞാൻ എടുത്തിട്ടില്ല, എന്നാലും ഇതും കൂടി കുത്തു കൊടുക്കാം കേട്ടോ.
കുത്തും. ഒരു കുത്തും തൊട്ട് കഴിഞ്ഞു. ഇത്രയും മതി, സിമ്പിൾ. പിന്നെ ദേ ലാസ്റ്റ് നമ്മൾ ഈ ഒരു നമ്മളെ വീട്ടിലുള്ള പൗഡർ ഇതെല്ലാം ഒരുപോലെ ആക്കണമല്ലോ, രണ്ടും രണ്ട് കളർ. ഇതുപോലെയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇവിടെ ഇത്തിരി കൂടുതലിട്ട് കൊടുക്കണേ, ഇതുപോലെ ഒപ്പാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ഈ മൂക്ക് വരയ്ക്കേണ്ടൊക്കെ വലിയ മൂക്കാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു കട്ടിങ് ഷെയ്ഡൊന്നും മേടിക്കാറില്ല. ഈ ഐ ഷാഡോ കൊണ്ട് തന്നെ ഈ ഒരു കളർ എടുത്തിട്ട് 2 വിരലിലും കൂടെ ആക്കും. എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കണ്ടോ, ഈ ഒരു കോൺടോർ ചെയ്യുക എന്നൊക്കെ പറയും. അതായത് മൂക്ക് കട്ട് ചെയ്യുക, കട്ട് ചെയ്തൊന്ന് ചെറുതാക്കി കാണിക്കുക എന്നൊക്കെയാണ്. എനിക്കങ്ങനെ ചെറുതായിട്ട് തോന്നാറില്ല. ഇങ്ങനെയൊക്കെ മനസ്സിലായോ? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഈ സാധനങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഈ പറഞ്ഞ ക്രീമുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം പേരുകൾ ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് 3 നമുക്ക് ഓൺലൈനിൽ കിട്ടും. ലവ് ചൈൽഡ് മസാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇത് അവരുടെ ഇൻസ്റ്റാ പേജിലാണ്. ഇത് ഇത്രയും സ്റ്റെപ്പുകളൊന്നും വേണ്ട, അവർക്ക് ഈ ഒരൊറ്റ സ്റ്റെപ്പ് മതി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഈ സാധനം. ഞാൻ ഇട്ടിട്ട് ഒരു നമ്മൾ ഒരുങ്ങി ഉടനെ തന്നെ പുറത്തേക്ക് പോകായിരുന്നു. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഈവൻ ടോണായി നല്ല ഭംഗിയാവും. അപ്പൊ ഈ സാധനം 1300 രൂപ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആണോ? പിന്നെ ഒരു തുള്ളി എടുത്താൽ മതി, എല്ലായിടത്തും ആവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പകുതി തന്നേന്ന് തോന്നുന്നു. പിന്നെ ബ്രഷ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പാടിനുള്ള വേറൊരു സാധനം, പിന്നെ തിളങ്ങാൻ വേണ്ടി വേറൊരു സാധനം. അങ്ങനെ ഒന്നും വേണ്ട, ഈ ഒറ്റെണ്ണം മതി. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് എനിക്കൊന്ന് 2-3 തൊട്ടായി. ഇതായിരുന്നു ആദ്യത്തെ സമയത്ത്. അടുത്ത സ്റ്റെപ്പായിരുന്നു ഇത്. ഇപ്പൊ 3ാമത്തെ. നമ്മളെല്ലാവരും ഓരോ വർഷം കഴിഞ്ഞു വരുമല്ലേ, അപ്പൊ അങ്ങനെ പുതിയ പുതിയ സാധനങ്ങളാവുമല്ലോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോ ഞാൻ ലൈവ് പോണ ദിവസമാണ്. ഞായറാഴ്ചയുണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോ നാളെ മറ്റന്നാളായിട്ട് ഇടാം. ഇനിയിപ്പോ ഈ ഒരു കുട്ടി രൂപത്തിൽ തന്നെ എന്തായാലും ഇത്രയും ഇട്ടില്ലടാ, ലൈവ് പോകേണ്ടി വരും. അപ്പൊ ശരി, ബൈ ബൈ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാക്സിമം എല്ലാവരും ചോദിക്കുന്നതിന് ആൻസർ ചെയ്യാറുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. ഈ സാധനങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഒരിക്കലും ഒരു തരത്തിലും കുരുക്കളോ മറ്റുള്ള അലർജിയോ ഉണ്ടാവുന്നതല്ല. അത് ഉറപ്പിച്ച് ഞാൻ പറയാൻ പറ്റും. അത്രയും പ്രശ്നമുള്ളൊരു സ്കിന്നാണ് എൻ്റേത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയോ? ഇത്രയൊക്കെ ഉള്ളൂ. ഈ സാധനം ഇതിനെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്, നമ്മുടെ മാക്കിൻ്റെത്. ഇതെനിക്ക് തോന്നണേ നിങ്ങൾ ഇത് മേടിക്കുമ്പോൾ മാക്കിൻ്റെ തന്നെ വാങ്ങിക്കട്ടെ. ഇച്ചിരി വില കൂടിയാലും നല്ലതല്ലേ? ഇങ്ങനെ തിളങ്ങി തിളങ്ങി നല്ലതാണ് കേട്ടോ. ഇതപ്പോൾ നിങ്ങൾ മാക്കിൻ്റെ തന്നെ വാങ്ങിക്കണേ. ഇത് ഇത്തിരി കിട്ടത്തുള്ളൂ എങ്കിൽ നമുക്കിത് കുറേ കാലത്തേക്ക് ഉണ്ടാവും. നമ്മളെപ്പോഴും മേക്കപ്പ് ഇങ്ങനെ തിളക്കി, വലിയ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളിങ്ങനെ തിളക്കിയൊക്കെ പോകത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ഇടണവർക്ക് അത് മുതലാവില്ല കേട്ടോ. കാരണം അതിൻ്റെ വലുത് മേടിക്കേണ്ടി വരും. മാക്ക് നല്ലൊരു ബ്രാൻഡാണ്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.